പിന്നെ നിങ്ങളെപ്പോലുള്ള ഈ ന്യൂജൻ ബാങ്കുകൾ ആൾക്കാർ പൊതുവെ പറയുന്നൊരു പരാതിയാണ് ധാരാളം ഹിഡൻ ചാർജസ് ഉണ്ട്, നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചാർജസ് വരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള പരാതികൾ. എന്താണ് ഹിഡൻ ചാർജസ്? ഇത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ചാർജസ് അല്ലേ? അല്ല, നമുക്ക് ഡിക്ലെയർ ചെയ്യാത്ത ഒരു രൂപ പോലും ഏത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഡിക്ലെയർ ചെയ്യാത്ത ഒരു രൂപ പോലും ദേ ആർ നോട്ട് സപ്പോസ് ടു ടേക്ക് ഫ്രം ദ കസ്റ്റമർ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ RBI അവർക്ക് കൊടുക്കുന്ന പെനാൽറ്റി എന്ന് പറയുന്നത് വെരി 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 ഹൈ ആയിരിക്കും. അപ്പോൾ അവർക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഹൈ ലെവലുള്ള അതിലായിരിക്കും ആ രീതിയിൽ പെനാൽറ്റീസ് വരുന്നത്. സോ ഒബ്വിയസ്ലി ഹിഡൻ ആയിട്ട് അവർ ഹിഡൻ ചാർജസിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അത് ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്നായിരിക്കും ബേസിക് പറയുന്നത്. അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അവരെ ഗൈഡ് ചെയ്തിട്ടുണ്ടാകുന്നത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഗൈഡ് ചെയ്തിട്ടുണ്ടാകുന്നില്ല എന്ന് പറയാം. സേ ഫോർ എക്സാമ്പിൾ ഒരു 10,000 രൂപ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ടിൻ്റെ അടുത്ത് കസ്റ്റമർ എടുത്ത് പറയാം, നിങ്ങൾ അക്കൗണ്ടിൽ ആവറേജ് ഇല്ലെങ്കിൽ മിനിമം ആവറേജ് അക്കൗണ്ടിൽ 10,000 രൂപ കണ്ടിരിക്കണം. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ സുജിത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, 10,000 രൂപ ആവറേജ് മാനേജർ അക്കൗണ്ടിൽ ഒരു 1,00,000 രൂപ കൊണ്ട് കിട്ടും, ഒരു അക്കൗണ്ടിൽ കൊണ്ടിട്ടു. നെക്സ്റ്റ് ഡേ ഫുൾ എമൗണ്ട് വിഡ്രോ ചെയ്തു. ബാക്കി 29 ദിവസവും അക്കൗണ്ട് സീറോ ബാലൻസിൽ കിടന്നാലും ഈ ഒരു അക്കൗണ്ടിൽ കിട്ടി നിങ്ങൾക്ക് ആ സീറോ ബാലൻസ്. ഇതൊരു എന്താ പറയുക, മന്ത്ലി ആവറേജ് ബാലൻസ് ആണ് പറയുന്നത്. ആവറേജ് ബാലൻസ് കൺസെപ്റ്റിലാണ് വരുന്നത്. ഈ ആവറേജ് ബാലൻസ് നിങ്ങൾ കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 250 രൂപ ഇല്ലെങ്കിൽ 300 രൂപ പ്ലസ് GST അത്രയും ചാർജസ് വരും. അപ്പോൾ ഒബ്വിയസ്ലി ആ ചാർജസിലേക്ക് കുറച്ച് പ്രോപ്പർ ഐഡിയ അല്ലെങ്കിൽ കുറച്ച് താല്പര്യമില്ലാത്ത ആൾക്കാരൊക്കെ ഒബ്വിയസ്ലി ഇതാണ് ഹിഡൻ ചാർജസ്, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പിടിച്ചു. അപ്പോൾ അങ്ങനെ ഓരോ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർ ഓൾറെഡി ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസം അക്കൗണ്ടിൽ ഫണ്ട് ബാലൻസ് കീപ്പ് ചെയ്യുന്നെങ്കിൽ ഇത് അക്യുമുലേറ്റ് ചെയ്ത് വരും. ആ കസ്റ്റമേഴ്സ് ഒരു അക്യുമുലേറ്റ് ചെയ്ത് 5,000 രൂപ ചാർജസ് വന്നിരിക്കട്ടെ. വൺ ഫൈൻ ഡേ ആ കസ്റ്റമർ അക്കൗണ്ടിലേക്ക് ഒരു 1,000 രൂപ അല്ലെങ്കിൽ 2,000 രൂപ കൊണ്ട് ഇട്ടുവന്നിരിക്കട്ടെ, ഓട്ടോമാറ്റിക്കലി ആ 5,000 ഈ അക്കൗണ്ട് എമൗണ്ട് അവർ ഡെബിറ്റ് ചെയ്യും. റിമൈനിങ് 3,000 ഉണ്ടാവും. അപ്പോഴാണ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ അക്കൗണ്ടിൻ്റെ പൈസ മൊത്തം നിങ്ങൾ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു എന്താ പറയുന്നത് കസ്റ്റമറിൻ്റെ അവയർനെസ് തന്നെ വേണമെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ പറയുന്ന രീതിയിൽ ഒബ്വിയസ്ലി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പറയാത്ത ഒരു ചാർജസ് നമ്മൾ എടുക്കാറില്ല. മനസ്സിലായി. ഈ ബാങ്കുകളെ സംബന്ധിച്ചുള്ള പരാതികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്സിസ് ബാങ്കിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടി മെയിൽ അയച്ചു, അവർ കണ്ടില്ല, റെസ്പോണ്ട് ചെയ്തില്ല, പിന്നെ അതങ്ങനെ പോയൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാങ്കിങ് സർവീസായിട്ട് എന്നെ പറ്റിച്ചതായിട്ട് എനിക്കൊരു ഫീൽ വന്നു, ഇല്ലെങ്കിൽ എനിക്ക് അതൊരു ഫെയർ ആയിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കംപ്ലൈൻറ്റ് സ്ട്രക്ചർ എങ്ങനെയാണ്? എനിക്കൊരു നീതി കിട്ടാനായിട്ട് എനിക്ക് ബാങ്കിൻ്റെ കംപ്ലൈൻറ്റ് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം ഞാൻ ആദ്യം സ്വാഭാവികമായിട്ടും കംപ്ലൈൻറ്റ് കൊടുക്കുന്ന ബാങ്ക് മാനേജർക്കായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു നീതി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഓഫ് കംപ്ലൈൻറ്റ്സ് എങ്ങനെയാണ് വരുന്നത് ബാങ്കുകളുടെ? ഇത് ഒരു 4 ലെവൽ ഓഫ് കംപ്ലൈൻ്റ് ആണ്, 4 ലെവൽ ഓഫ് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ വേണ്ടി പറയാം. ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, ഇതായിട്ട് പറയുന്നില്ല, അവരുടെ അവയർനെസ്സിനെ കുറിച്ച് തന്നെ അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. നമുക്ക് എന്ത് കംപ്ലൈൻറ്റ് നേരെ ഓംബുഡ്സ്മാനിലേക്ക് പോയി കംപ്ലൈൻറ്റ് കൊടുക്കുന്ന ആൾക്കാർ പറയും. ലാസ്റ്റ് സ്റ്റെപ്പാണല്ലോ. ഓക്കെ, അപ്പം നമ്മൾ നേരിട്ട് ഓംബുഡ്സ്മാനിലേക്ക് പോയി കഴിഞ്ഞാൽ കൺസിഡർ ചെയ്തില്ല, അത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. നമ്മൾ ഫസ്റ്റ് ലെവൽ ഓഫ് കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ബ്രാഞ്ച് മാനേജർ or ബ്രാഞ്ച് ഹെഡ്, അതാണ് ഫസ്റ്റ് ലെവൽ ഓഫ് കംപ്ലൈൻറ്റ്. നമ്മൾ റിട്ടേൺ ആയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുക. ഓക്കെ, അതിനകത്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. നിങ്ങൾ റിട്ടേൺ ആയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ you should take the acknowledgement of that particular receipt. ഇമെയിൽ അയക്കുന്ന അക്സെപ്റ്റ് ചെയ്യില്ലേ? ഇപ്പോൾ അക്നോളജ്മെന്റ് വേണം. ഇമെയിൽ അക്നോളജ്മെന്റ് കിട്ടുന്നില്ല, എന്ത് ചെയ്യും? You have to ask them. നമ്മൾ അയക്കുന്ന മെയിലിൽ തന്നെ ഒരു സിംഗിൾ ലൈൻ ആഡ് ചെയ്താൽ മതി, കൈൻഡ്ലി അക്നോളജ്. അപ്പോൾ നമ്മുടെ ഭാഗം സേഫായി. ഇഫ് ദേ ആർ നോട്ട് അക്നോളജിങ് ദിസ് ദെയർ ഫോൾട്ട്. ഓക്കെ, നമ്മൾ നമ്മുടെ ഭാഗം സേഫ് ആക്കുക, അത്രയാണല്ലോ. നമ്മൾ ഇപ്പോൾ ഇമെയിലേക്ക് ഞാൻ പോകുന്നു നോർമൽ താങ്ക് യു, നമ്മൾ നോർമൽ രീതിയിലേക്ക് നമ്മൾ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ആൾക്കാർ. നമ്മൾ ലെറ്റർ ഇടുക, ഒരു ലെറ്റർ എഴുതി കൊടുക്കുക, കംപ്ലൈൻറ്റ് നമ്മൾ എഴുതി കൊടുക്കുക. അത് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് അക്നോളജ്മെൻറ്റിന് അക്നോളജ്മെൻറ്റ് വേറെ കഥയൊന്നും വേണ്ട, സെയിം സാധനം തന്നെ ഒരു റെസിപ്റ്റായിട്ടൊന്നും വേണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ കൊടുക്കുന്ന കംപ്ലൈൻറ്റിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ബ്രാഞ്ച് സീൽ ചെയ്ത് തരിക, നമ്മുടെ തരിക. അത് കിട്ടി ഒരു 15 ദിവസം കഴിഞ്ഞ് നമുക്ക് റെസ്പോൺസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ലെവലായ എന്താ പറയുന്നത് സ്റ്റേറ്റ് ഹെഡിലെ ക്ലസ്റ്റഡ് ആ ലെവലിലേക്ക് പോകാം. ദെൻ മൂന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് ഒരു പൈലറ്റ് കമ്മിറ്റിയാണ്. പൈലറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 സ്റ്റേറ്റ്സിലൊക്കെ ചേർത്തുള്ള കമ്മിറ്റിയുള്ള രീതിയിലുള്ള ലൈക്ക് ദാറ്റ്, അല്ലെങ്കിൽ ഒരു കമ്മിറ്റി. ആ കമ്മിറ്റിക്ക് കൂടെ സെയിം കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അതിന് നമുക്ക് പ്രോപ്പർ റെസ്പോൺസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ലാസ്റ്റ് ലെവൽ എന്ന രീതിയിൽ ഓംബുഡ്സ്മാനിലേക്ക് പോകത്തുള്ളൂ. ഓംബുഡ്സ്മാനിലേക്ക് ഈ 3 ലെവൽ കംപ്ലൈൻറ്റിൻ്റെ കോപ്പി വെച്ച് പ്ലസ് അവർ കോപ്പി കൊടുത്താൽ മാത്രമാണ് ഓംബുഡ്സ്മാൻ വിൽ അക്സെപ്റ്റ് അവർ കംപ്ലൈൻറ്റ്.
ഓംബുഡ്സ്മാൻ ഓൾവേസ് കസ്റ്റമേഴ്സ്, ഓംബുഡ്സ്മാൻ്റെ കൺസെപ്റ്റ് എപ്പോഴും വരുന്നത് കസ്റ്റമേഴ്സ് ഓൾവേസ് റൈറ്റ് എന്നുള്ള രീതിയിലായിരിക്കും അവർ പോകുന്നത്. അതെ. ഒബ്വിയസ്ലി നമുക്ക് ഇതിനകത്ത് പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഇതിപ്പോൾ ഒബ്വിയസ്ലി ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം കാരണം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഓംബുഡ്സ്മാൻ്റെ അടുത്തൊക്കെ പോകുന്ന പറഞ്ഞാൽ ഓംബുഡ്സ്മാൻ ഫീനലൈസ് ചെയ്യില്ല, ഓംബുഡ്സ്മാൻ ഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞ സംബന്ധിച്ചിടത്തോളം ബാങ്കിന് ഏറ്റവും നെഗറ്റീവായിട്ടുള്ള സംഭവമാണ്. സോ ഒബ്വിയസ്ലി ബാങ്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ചെയ്യുന്ന സംഭവം. അപ്പോൾ ഒബ്വിയസ്ലി ആ ലെവലിലേക്ക് ഒരു ബാങ്ക് എത്തിക്കത്തില്ല. ഫസ്റ്റ് ലെവലില്ല, സെക്കൻഡ് ലെവലിൽ അപ്പുറം ഒരു കംപ്ലൈൻറ്റും പോകത്തില്ല ബാങ്കിൽ. മാക്സിമം അത് അവിടെ തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിക്കും. മാത്രമല്ല കസ്റ്റമർ റീറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. ഒബ്വിയസ്ലി കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പബ്ലിസിറ്റിയും എന്ന് പറയുന്നത് മൗത്ത് പബ്ലിസിറ്റിയാണ്. അത് പറഞ്ഞാൽ തന്നെ നെഗറ്റീവ് പബ്ലിസിറ്റി ഏറ്റവും കൂടുതൽ വരുന്നത് മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ്. ഒരാളെ എക്സ് എന്ന പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ ഏറ്റവും നെഗറ്റീവ് മൗത്ത് പബ്ലിസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര പോസിറ്റീവ് പബ്ലിസിറ്റി ചെയ്യുന്നതിനെക്കാളും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകും. ഒബ്വിയസ്ലി കസ്റ്റമർ കംപ്ലയിൻറ്റ്സ് കുറയ്ക്കാനാണ് ബാങ്ക് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.